താങ്ക് യു. തൊഴിലുറപ്പിൽ വന്നിട്ട് എന്തായാലും സൈൻ ചെയ്തതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. സുരേഷ് ഏട്ടാ, ചായ ഒക്കെ കുടിച്ചോ? എന്തുണ്ട് വിശേഷം? പൊട്ടിക്കുട്ടീനെ കണ്ടോ? കണ്ടോ ടെടിക്കുട്ടി? സുരേഷ് ഏട്ട ഇപ്പോൾ ലൈവിൽ വരിക, ടപ്പേന്ന് വരും, ടപ്പേന്ന് ഓടിപ്പോവും. എന്താ സുരേഷ് ഏട്ട അങ്ങനെ? എന്തേറ്റോ അങ്ങനെ? ഇനി അടുത്ത മാസം 1-ാം തീയതി ശമ്പളം ചോദിക്കുമ്പോൾ അന്ന് വന്നില്ല, ഇന്ന് വന്നില്ല, ഒന്നും പറയരുത് എന്ന് പറയും. വരണം, 10 മിനിറ്റ് ലൈവിൽ സ്പെൻഡ് ചെയ്യണം. ഈ മാസം തൊട്ട് പുതിയ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ലൈവിൽ വന്ന് സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം ഒരു 10 കമൻ്റൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഫുൾ സാലറി കൊടുക്കും. അല്ലാത്തവർക്ക് സാലറി കട്ട് ചെയ്യും. പുതിയ ഓർഡറാണ് കമ്പനിയിലെ. അതായത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മുന്തിരിക്കുട്ടി വന്നിട്ട്, ഹായ് മുന്തിരിക്കുട്ടി, എന്തുണ്ട് വിശേഷം? സുഖാണോ? അതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയല്ലോ, കണ്ടില്ലല്ലോ. പിന്നെ മുന്തിരിക്കുട്ടി ആള് സ്മാർട്ടാന്ന് തോന്നുന്നല്ലോ. ഞാൻ കണ്ടിരുന്നു, വീഡിയോസൊക്കെ കണ്ടിരുന്നു. മുന്തിരി അടിപൊളിയാട്ടോ മുന്തിരി. ഇങ്ങനത്തെ പപ്പിക്കുട്ടികൾ എത്ര വേണമെങ്കിലും സ്പോൺസർ ചെയ്തോളൂ അല്ലേ ഏടാ? ഞാൻ തൊഴിലുറപ്പ് പണിക്കിടയിൽ AC-നെ പറ്റിച്ച് നിങ്ങളുടെ ലൈവിൽ വന്നാൽ ഇവിടെ കുത്തിയിരിക്കാനും എനിക്ക് 8-ൻ്റെ പണി കിട്ടും എന്ന് പറയുന്നുണ്ട്. അതൊന്നുമില്ല, ഞാൻ പറഞ്ഞോളാം. AC-നോട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ. മുന്തിരിക്കുട്ടിയെ പോവല്ലേ, എഴുതിയിടൂ, എന്തെങ്കിലും കമൻസ് ഇടൂ. എനിക്കേ ബോറടി, എനിക്ക് ഉറപ്പ് വരുന്നുണ്ട്. ഒന്നാമത് മെയിൻ പ്രശ്നം ഉറപ്പ് മാറ്റാണ് ഇപ്പം ഞാൻ ലൈവ് ഇട്ടത്. ലൈവ് ഇട്ട് നോക്കുമ്പോഴോ അതിലും വലിയ ഉറപ്പ് വരവാ. പോയാ ജീക്കുട്ടൻ വന്നില്ലേന്ന് വരും. ജീക്കുട്ടൻ രാവിലെ വന്നു, ഫസ്റ്റ് വന്നിട്ട് പോയത് തോന്നുന്നു. ചായ കുടിക്കുകയെന്ന് പറഞ്ഞു. ചായ കുടിക്കട്ടെ, കുടിക്കാത്ത ആൾക്കാരൊക്കെ കുടിച്ചിട്ട് വരട്ടെ. ഞാനൊരു 10 മിനിറ്റും കൂടി ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കട്ടാക്കും. ജീക്കുട്ടൻ വരും വരുമ്പോൾ വരട്ടെ. നമുക്ക് ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരാനൊന്നും പറ്റൂല. പമ്പരം ഹായ് ലച്ചു, വരുൺ വന്നിട്ടുണ്ട്. ഹായ് വരുൺ, ചായയൊക്കെ കുടിച്ചോ? ഗുഡ് മോർണിംഗ്. ലൈക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വരുൺ. എന്താ പരിപാടി, ഡ്യൂട്ടിയിലാണോ? വരുൺ ചേട്ടായി ഡ്യൂട്ടിയിലാണോ എന്ന് ചോദിച്ചോക്ക്. കണ്ടോ, എൻ്റെ കുട്ടി വരെ ചോദിച്ചു വരുന്നോട്. കമൻസ് ഇടൂ.